Hi, welcome to my YouTube channel. This is LearnerSpot. Today we are going to discuss that is how to find the longest diagonal length of a cube and cuboid. അപ്പോൾ നമുക്ക് ക്യൂബിൻ്റെയും ക്യൂബോയിഡിൻ്റെയും കേസിൽ എങ്ങനെയാണ് ഡയഗണൽ ലെങ്ത് മെഷർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ക്യൂബോയിഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡയഗണൽ ഓഫ് എ ക്യൂബോയിഡ്. നമുക്ക് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ എഴുതാൻ പറ്റുക? ദ ഡയഗണൽ ഓഫ് എ ക്യൂബോയിഡ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് റോഡ് ദാറ്റ് ക്യാൻ ബി ഫിറ്റഡ് ഇൻ ഇറ്റ്. അതായത് ഒരു ക്യൂബോയിഡൽ ബോക്സ് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും നീളം കൂടിയ റോഡിനെയാണ് അതിൻ്റെ ഡയഗണൽ എന്ന് പറയുക, ലോങ്ങസ്റ്റ് ഡയഗണൽ എന്ന് പറയുക. അപ്പോൾ ലോങ്ങസ്റ്റ് ഡയഗണലാണ് ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിലും വലിയൊരു റോഡ് നമുക്ക് ഈ ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിൻ്റെ ലെങ്ത്ത് എങ്ങനെയോ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് ലോങ്ങസ്റ്റ് ഡയഗണൽ. അതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഫോർ എ ക്യൂബോയിഡ് ഓഫ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആസ് എൽ ബി എച്ച് റെസ്പെക്റ്റീവ്ലി. നമ്മളറിയാം ലെങ്ത്തിന് എല്ലിനും ബ്രെഡ്ത്തിന് ബിന്നും ഹൈറ്റിന് എച്ച് എന്നും നമ്മൾ സാധാരണ എഴുതാറ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡയഗണൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇതാണ് ഡയഗണൽ ഓഫ് എ ക്യൂബോയിഡ്. ഇനി നമ്മൾ നോക്കുക ഡയഗണൽ ഓഫ് എ ക്യൂബ്. ഇനി ക്യൂബിൻ്റെ കേസിലാണെങ്കിലോ, ക്യൂബിൻ്റെ കേസിൽ എല്ലാ സൈഡ്സും സെയിം ആയതുകൊണ്ട് നമുക്ക് ലോങ്ങസ്റ്റ് ഡയഗണൽ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ഇതുതന്നെയാണ് ഏറ്റവും വലിയ റോഡ്. ഇനി താഴെ കൂടെ വേണമെങ്കിൽ വെക്കാം, അതായിരിക്കും ഷോർട്ടസ്റ്റ് ഡയഗണൽ. ഈ ലോങ്ങസ്റ്റ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ ലെങ്ത് ഓഫ് ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ് എ, എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആകുമ്പോഴാണ് അത് ക്യൂബ് ആവുന്നത്. അപ്പോൾ ക്യൂബിൻ്റെ കേസിൽ എ ആണ് ലെങ്ത് എങ്കിൽ ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഈസ് ഈക്വൽ ടു എന്താണ്? സെയിം തന്നെ, റൂട്ട് ഓഫ് എൽ സ്ക്വയറിന് പകരം ഒരു എ സ്ക്വയർ എഴുതുക, ബി സ്ക്വയറിന് പകരം അനദർ എ സ്ക്വയർ എഴുതുക, എച്ച് സ്ക്വയറിന് പകരം അനദർ എ സ്ക്വയർ എഴുതുക. അങ്ങനെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3a സ്ക്വയർ. അതായത് ഇവിടെ എൽ എന്ന് പറഞ്ഞാലും എ ആണ്, ബി എന്ന് പറഞ്ഞാലും എ തന്നെ, എച്ച് എന്ന് പറഞ്ഞാലും എ തന്നെ, സെയിം ഇക്വേഷനാണ്. പകരം എല്ലാത്തിനും എൽ ബി എച്ചിന് സെയിം വാല്യൂ ആയ എ അപ്ലൈ ചെയ്യുമ്പം റൂട്ട് ഓഫ് 3a സ്ക്വയർ ആവും. അപ്പോൾ എ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എ ഇറ്റ് സെൽഫാണ്. സോ റൂട്ട് 3a ആണ് ഡയഗണൽ ലെങ്ത് ഓഫ് എ ക്യൂബ്. അപ്പോൾ നമുക്ക് ക്യൂബിൻ്റെയും ഡയഗണൽ ലെങ്ത് കിട്ടി. ഇനി നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം. ദാറ്റ് ഈസ് 3 മെറ്റാലിക് ക്യൂബ്സ് of sides 3 cm, 4 cm and 5 cm are melted and a new cube is formed. Find the diagonal of the new cube. നമ്മൾ 3 ക്യൂബ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂബ് ആകുമ്പോൾ എന്താ വെച്ചാൽ സെയിം ലെങ്ത്ത്, സൈഡ് ലെങ്ത്ത് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ക്യൂബിൻ്റെ സൈഡ് ലെങ്ത്ത് 3 ആണ്, വേറൊന്നിൻ്റെ 4 ആണ്, ഇനി അനദർ വണ്ണിൻ്റെത് 5 ആണ്. അതെല്ലാം കൂടി ഓരോന്നും നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്യൂബ് ഫോം ചെയ്യാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മെൽറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിലും എന്ത് പറ്റുവെച്ചാൽ വോളിയം എപ്പോഴും എങ്ങനെ സൈസ് നമ്മൾ ഒരേ നമ്പർ ഓഫ് ക്യൂബ്സ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് വേറൊരു ക്യൂബ് ഉണ്ടാക്കിയാൽ വോളിയം സെയിം ആയിട്ട് റിമെയിൻ ചെയ്യും. അപ്പം നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് ദ ക്യൂബ്സ് നമുക്ക് ആദ്യം കാണാം. നമുക്ക് തന്ന 3 ക്യൂബ്സിൻ്റെയും ടോട്ടൽ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വോളിയം ഓഫ് 3 ക്യൂബ്സ്. നമുക്ക് എല്ലാ ക്യൂബ്സിൻ്റെയും കൂടി വോളിയം ആഡ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് വണ്ണിൻ്റെത് A1 ക്യൂബ്, A1 ആണ് സൈഡ് ലെങ്ത് എങ്കിൽ A1 ക്യൂബ്, സെക്കൻഡ് ക്യൂബിൻ്റെ A2 ക്യൂബ്, ദെൻ തേർഡ് ക്യൂബിൻ്റെ A3 ക്യൂബ്. ഇതായിരിക്കും 3 ക്യൂബ്സിൻ്റെയും കൂടി വോളിയം. അപ്പം നമുക്കതെല്ലാം തന്നിട്ടുണ്ട്. A1 എന്ന് പറഞ്ഞാൽ A1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് തന്നത്? 3 സെൻറ്റിമീറ്റർ എന്ന് തന്നു. A2 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ തന്നു. A3 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 സെൻറ്റിമീറ്ററും തന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ്? ക്യൂബിൻ്റെ കേസിൽ സൈഡ് ലെങ്ത് സെയിം ആണ്. അപ്പം 3 ക്യൂബിൻ്റെയും ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു A1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് പ്ലസ് A2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് പ്ലസ് A3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 ക്യൂബ്. ഇനി നമ്മൾ എഴുതുമ്പോൾ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 27 പ്ലസ് 4 ക്യൂബ് 64 പ്ലസ് 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. ടോട്ടൽ ഈസ് ഈക്വൽ ടു 216 സെൻറ്റിമീറ്റർ ക്യൂബാണ് ടോട്ടൽ വോളിയം ഓഫ് ആർ 3 ക്യൂബ്സ്. ഇനി നമുക്കിനി ഒരു ന്യൂ ക്യൂബ്, നമ്മൾ ഇതേ 3 ക്യൂബ്സ് മെൽറ്റ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ക്യൂബ് ഉണ്ടാക്കുകയാണ്. സോ വോളിയം റിമെയിൻസ് സെയിം.
നമ്മൾ മെൽറ്റ് ചെയ്താലും മെറ്റീരിയൽ അവിടെ തന്നെ ഉണ്ടാവും. സോ വോളിയം റിമെയിൻസ് ദ സെയിം. Therefore new volume is equal to A cube is equal to 216 centimeter cube itself. So the side length of the new cube is equal to side length of new cube എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? This A, and it is equal to cube root of this volume 216, and it is equal to 6 centimeter. നമുക്ക് ക്യൂബ് റൂട്ട് 216 ക്യൂബ് റൂട്ട് കാണാൻ നമ്മൾ ഇവിടെ ഇങ്ങനെ 6 കൊണ്ട് ചെയ്ത് നോക്കുക. 6 എത്രയാണ്? 3 × 6 18, അപ്പോൾ 36. 36ൽ അഗൈൻ 6 6 6 6 1. ഈ 3 6ന് പകരം ഒരു 6 എടുക്കുക, അതാണ് ക്യൂബ് റൂട്ട്. അപ്പോൾ ഒരേ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് 3 ടൈംസ് വന്നാൽ അതിനൊരു സിംഗിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് ക്യൂബ് റൂട്ടായി. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്ററിന് കിട്ടി. ഇനി therefore ഡയഗണൽ ഈസ് ഈക്വൽ ടു വാട്ട്? നമുക്കറിയാം ക്യൂബിൻ്റെ ഡയഗണൽ ഈസ് √3a ആണ്. √3 എന്ന് പറഞ്ഞാൽ എത്രയറിയോ? 1.732 ആണ് √3 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 6 ഇറ്റ്സെൽഫ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 10.392 സെൻറ്റിമീറ്റർ. ഇതാണ് the longest diagonal that can be fitted inside our new cube. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് പോൾ ദാറ്റ് ക്യാൻ ബി പുട്ട് ഇൻ എ റൂം ഓഫ് ഡയമെൻഷൻസ് 10 മീറ്റർ ബൈ 10 മീറ്റർ ബൈ 5 മീറ്റർ. ഇങ്ങനെ ലെങ്ത്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റാണ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ 3 ഡയമെൻഷൻസ് തന്നാൽ ദാറ്റ് ഈസ് ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹിയർ L ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മെഷർമെൻ്റ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, ദാറ്റ് ഈസ് 10 മീറ്റർ. അഗെയിൻ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 10 മീറ്റർ ഇറ്റ് സെൽഫ് ആൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. ഇങ്ങനെ കിട്ടി. സോ നമുക്ക് ലോങ്ങസ്റ്റ് പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഡയഗണൽ. നമുക്ക് എങ്ങനെയാണ് ഒരു ഏറ്റവും ലെങ്തി ആയിട്ടുള്ള പോൾ എന്ന് പറഞ്ഞാൽ അത് ലോങ്ങസ്റ്റ് ഡയഗണൽ ആയിരിക്കും. സോ ലെങ്ത് ഓഫ് ദ longest pole is equal to length of the diagonal itself. അതാണ് ലോങ്ങസ്റ്റ് ഡയഗണൽ ലെങ്ത് ആയിരിക്കും എന്ത് ആ റൂമിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ലോങ് ആയിട്ടുള്ള പോളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? √L² + B² + H² എന്ന് എഴുതാം. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു √10² + 10² + 5². അപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 10² എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100 + again 100 + 25 root. That is equal to 225. √225 is equal to 15 meter. This is the longest pole that can be fitted inside the room. അപ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണണം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു നല്ല വീഡിയോ കാണാം.